പ്രിയ പ്രേക്ഷകരെ, ഒരു നന്മയുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അനാഥരായി മരണപ്പെട്ടവർക്ക് ബലിയിടാൻ ഇത്തവണയും അവരെത്തി. എല്ലാ വർഷവും അനാഥർക്ക് ബലിയിടാൻ ശക്തികുളങ്ങര സ്വദേശികളായ ഗണേശനും ബാബുവും തിരുമല്ലവാരം പാപനാശത്തിലെത്താറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. കൊല്ലം ജില്ലയിൽ അനാഥരായി മരണപ്പെട്ട് നിരവധി ആളുകൾക്ക് വേണ്ടി ഇവർ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്തെത്തി അനാഥർ എന്ന് എഴുതി പണമടച്ച ശേഷം ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങാറാണ് പതിവ്. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരികയാണ് ഈ രണ്ടുപേരും. തയ്യൽ ജോലിക്കാരനായ ഗണേശും പാചകത്തൊഴിലാളിയായ ബാബു വർഷങ്ങളായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തനമായി ഈ മേഖലയിലുണ്ട്. അനാഥരായി എത്തുന്നവരെ ഏറ്റെടുത്ത് അഗതി മന്ദിരങ്ങളിൽ എത്തിക്കാനും അതുപോലെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുകയും അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തകരായൊക്കെ ഇവർ രണ്ടുപേരും തുടർന്നു വരികയാണ്. നമുക്കറിയാം, കൊല്ലത്ത് മരണപ്പെടുന്നവരുടെ ബന്ധുക്കൾ ആരുമില്ലാതെ വരുമ്പോൾ മോർച്ചറിയിൽ മൃതശരീരം സൂക്ഷിക്കുമ്പോൾ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് എൻ്റെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അതുകൂടാതെ ഞാനിങ്ങനെ ഒരുപാട് അനാഥരായ ജന്മങ്ങളെ ഒരുപാട് അടക്കം ചെയ്യും. അതായത് ഈ അടക്കം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ പോലീസിന്റെ സഹായത്തോടെയും എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരായ ശ്യാം, ബാബു, ജോൺസൺ, ഫയർഫോഴ്സിലെ മനോജ് സാറ്, രഞ്ജിത്ത്, ഇന്ന് ഇത്ര ആൾക്കാരുടെ കൂട്ടായ്മയുടെ കൂടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഒരു ടൈറ്റസ് അച്ചാനുണ്ട്, പിന്നെ ഒരു ഇക്കായുണ്ട്. ഇവരെല്ലാവരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു മത ആചാരപ്രകാരത്തിന്റെ പുറത്ത് ഒരു ബലിയർപ്പണം എല്ലാ ജന്മങ്ങൾക്ക് വേണ്ടി, എല്ലാ ജന്മങ്ങളും ഇന്നതൊന്നുമില്ല, എല്ലാ ജന്മങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഈ തിരുമല്ലാപുരം കടപ്പുറത്ത് വന്ന് നമ്മളൊരു എല്ലാ വർഷവും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഈ ജന്മങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി നടന്നു വരുന്ന ഈ അമാവാസി ദിവസമായ ഇന്ന് അനാഥർക്ക് വേണ്ടി ബലിതർപ്പണം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷകരമുണ്ട്. ഒരു പുണ്യമായി തന്നെ അത് കാണുകയാണ്. എല്ലാവർക്കും ആത്മശാന്തി അടയുവാനും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേടുവാനും സാധിക്കുന്നു വിശ്വസിക്കുന്നു ഈ ദിവസം. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എല്ലാവിധമായ എല്ലാവർക്കും വേണ്ടി റോഡിൽ അരഞ്ഞിരിഞ്ഞ് കടന്ന് ഹോസ്പിറ്റലിൽ കടന്ന് വയസ്സായവരെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരെ ഓർഫനേജുകളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മരണപ്പെടുകയും ചെയ്തവരെ, ഒരുപാട് പേരെ മരണപ്പെട്ടവരെ നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്ത് ഈ ഗണേശണ്ണൻ അതിൻ്റെതായ കൃത്യനിർവഹണം ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി പൂർണ്ണമായും മനസ്സോടുകൂടിയും അദ്ദേഹം ഇന്നത്തെ ദിവസം പൂർണ്ണ മനസ്സോടുകൂടി ഈ ബലിതർപ്പണം ഇന്ന് നടത്തുവാൻ സാധിച്ചു. അതിനോടൊപ്പം കൂട്ടായ്മയായി എനിക്കും അത് സാധിച്ചു. അത് അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു.